നമ്മുടെയൊക്കെ വീട്ടിൽ ചപ്പാത്തി അധികം വന്നാൽ കളയുകയാണ് പതിവ്. അപ്പം ചപ്പാത്തി അധികം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും ഇട്ടിട്ട് ഒരു സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിട്ട് നമുക്കതൊന്ന് ഒരു ബ്രൗൺ കളറാവുന്നവരെയൊക്കെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് 2 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എളുപ്പം ഫ്രൈ ആയി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നല്ലതായിട്ട് അതിനെ ഇളക്കി യോജിപ്പിക്കും. ചപ്പാത്തിയൊക്കെ എപ്പോഴും നമ്മൾ കളയുവാണ് പതിവ്. കാരണം ചപ്പാത്തി അധികം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് സുഖമില്ല കഴിക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കും. അപ്പം ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ചപ്പാത്തി ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. അതിൽ ഞാൻ കാണിക്കാം അതെങ്ങനെ ഏത് രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മളുടെ സവാള ഒരുവിധം ഇതായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ചപ്പാത്തി എങ്ങനെയാണ് പൗഡർ ആക്കേണ്ടതെന്നുള്ളത് ഇതുമാതിരിയാണ് ആക്കേണ്ടത്. ചെറുതായിട്ട് വേണം മിക്സിയുടെ ജാറിലിടാനായിട്ട്. ഇതുപോലെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കത് സവാളയ്ക്കുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നല്ലതായിട്ട് സവാളയുമായിട്ട് മിക്സ് ചെയ്യാം. ചപ്പാത്തിയിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടത് കാരണം പിന്നീട് ഉപ്പിടേണ്ട ആവശ്യമില്ല. സവാളയിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഒരു 1/2 സ്പൂണ് പഞ്ചസാര ഇടാമേ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇഷ്ടമില്ലാത്തവർക്കത് ഇടണ്ട. ഞാനിപ്പോൾ ഇതിൽ ഇടുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിടാമേ. അപ്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പച്ചത്തേങ്ങ ചിരവിയത് എടുത്ത് വയ്ക്കണം. അപ്പോൾ ഇത് മല്ലിയില ഇട്ടതിന് ശേഷം എല്ലായിടത്തും നമ്മളത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പച്ചത്തേങ്ങ തിരുമ്മിയത് അതിൻ്റെ മുകളിലേക്ക് വിതറി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചത്തേങ്ങ ഇട്ടതിന് ശേഷം കൂടുതൽ അതിന് ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് പച്ചത്തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ആ തേങ്ങ ഇട്ടിട്ടും നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. എപ്പോഴും ചപ്പാത്തിയൊക്കെ അധികം വന്നു കഴിഞ്ഞാൽ നമ്മൾ കളയുകയാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ തേങ്ങ എല്ലായിടത്തും മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ ചൂടാറിയതിന് ശേഷം വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുവാണ്. അപ്പോൾ ശരിക്കും നമ്മളുടെ ഇതൊരു ചപ്പാത്തി ഉപ്പുമാവെന്ന് പറയാം. അതുമാതിരിയാണ്. ഉപ്പുമാവ് എങ്ങനെയാണോ അതുമാതിരിയാണ് ഇത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ബൈ.